സാധാരണ പറയാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നതുകൊണ്ടും ആ ചോദ്യത്തിന് മറുപടി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന വിവരം എനിക്ക് ലഭിച്ചതുകൊണ്ടും വേഗം മൈക്കെടുത്താണ്. കാരണം അത് PM-ലൂടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമല്ല, വലിയ കൂടുതൽ വിവരിക്കേണ്ടുന്ന വിഷയമുണ്ട്. ഞാൻ പിന്നീട് വിവരിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിനോട് കാത്തുക്കുണ്ട് ചില ആളുകൾ. അപ്പോ ഞാൻ ഏതായാലും ശരി, ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദ് വളരെ 2 മണിക്കൂറിലധികം 2.5 മണിക്കൂറിലധികം അല്ലേ 2.5 മണിക്കൂറിലധികം നീണ്ടുന്നു തോന്നുന്നു ഇന്നത്തെ ക്ലാസ്. വളരെ മനോഹരമായ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ. അതാണ് സൽമാൻ അസ്ഹറിന്റെ ക്ലാസ്സിൽ ഈ അവതരണത്തിന്റെ ശൈലിയതാണ്. എത്ര കേട്ടാലും ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ വളരെ വലിയ വലിയ പ്രശ്നങ്ങൾ വിഷയം വളരെ ലാഘവത്തോടു കൂടി നല്ല രസകരമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കഴിവ് അള്ളാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടുതൽ കാലം നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള, ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇന്ന് പറഞ്ഞോണ്ട് വിരോധം കേട്ടല്ലേ. നമ്മൾ സാധാരണ ഇപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് ആദ്യം പറഞ്ഞിരുന്നു, പിന്നീട് നമ്മൾ തിരിച്ചു പറയും സമസ്ത കേരള. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിലുണ്ടല്ലോ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അതിന്റെ മുമ്പ് ഒരു എസ് കൂട്ടി സമസ്ത കൂട്ടിയിട്ടല്ലേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ സമസ്ത കേരള സുന്നിയ സംഘം, അതിന് നമ്മൾ സുന്നിയ സംഘം എന്ന് പറയാറുണ്ടല്ലോ, SYS എന്ന് പറയാറുണ്ട് അല്ലേ. അതൊക്കെ ഉണ്ടല്ലോ. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷനാണ്. അതിന് വെറും നമ്മൾ മഹല്ല് ഫെഡറേഷൻ മാത്രം പറയാറില്ലേ. സമസ്തയും കേരളയും സുന്നിയൊക്കെ ഒഴിവാക്കിയിട്ട് മഹല്ല് ഫെഡറേഷൻ എന്ന് മാത്രം പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇങ്ങനെ പറയൊക്കെ ചെയ്യാം. ഇതൊരു പ്രൗഢിയാണ് അല്ലെ. ക്ലാസ് റൂമിന്റെ സംസ്ഥാനങ്ങളുടെ പേര് ആദ്യം വന്നപ്പോ അതിന്റെ ആ പ്രൗഢി ഒന്ന് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മൾ സമസ്തക്കാരാണെന്നുള്ള ഉണ്ടല്ലോ അല്ലെ. അല്ലാഹു തആലാന്റെ ഒരു ഹിക്മത്ത് നോക്കിയില്ലേ. ആദ്യത്തെ നമ്മുടെ സംഘടനക്ക് കേരള ജമിഅത്തുൽ ഉലമാ ആയിരുന്നല്ലോ പേര് അല്ലേ. ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ ഇവിടെ ആദ്യം സംഘടന രൂപീകരിച്ചതിന് അതിന് കേരള ജമിഅത്തുൽ ഉലമാ ആണ് പേറ്റത്. പിന്നീട് അത് രഹസ്യമായിട്ട് എന്ത് ചെയ്ത് അത് മുജാഹിദീങ്ങൾ കൈക്കലാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ സംഘടനക്ക് സമസ്ത ആദ്യം കൂട്ടിയാണ്, സമസ്ത കേരള ജമിഅത്തുൽ ഉലമാ. അത് എത്ര നന്നായില്ലേ. എത്ര നന്നായി. ഇപ്പൊ സമസ്ത എന്ന പേരുണ്ട്. ആ ഒറ്റ വാക്ക് എല്ലാവരും സകല മനുഷ്യരും അറിയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും സമസ്ത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു മഹാപ്രസ്ഥാനമായി മാറി. അൽഹംദുലില്ലാഹ്. അപ്പോ സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന ചോദ്യം പറ്റൂല. ഈ ചോദിച്ച ആൾ പെടണ്ട. ഞാനൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ചോദിച്ച ആൾ പെടണ്ട. അദ്ദേഹത്തിന്റെ നാട്ടിലത്തെ ഉസ്താദിനോട് ചോദിച്ചോ വേറെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഉണ്ടപ്പോ രസരിക്കണം. ഏതായാലും സ്ത്രീകൾക്ക് ആർത്തവം ഉള്ള സമയമാണ്. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഓതാമോന്ന. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല. ഞാൻ ഖുർആൻ ഓതുകയാണ് എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല. ആളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഏത് സ്ത്രീകൾക്ക് ഈ ആർത്തവം ഉണ്ടാവുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഹൈദ് നിഫാസ് എന്തോ ആവട്ടെ, ആ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല. ഏത് രീതിയിൽ ഓതാൻ പാടില്ല? ഖുർആൻ എന്ന കരുത്തോടു കൂടിയാണ് ഓതാൻ പാടില്ലാത്തത്. അപ്പൊ ഞാൻ ഒരാൾ ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല, ദിക്ർ എന്ന കരുത്തോടു കൂടിയാണ് ഓതുന്നത്. എന്നാൽ തരക്കടില്ല. എങ്ങനെ ദിക്ർ എന്ന കരുത്തോടു കൂടി ഓതല്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അത് ഖുർആനല്ലേ? ഖുർആനാണ്. പക്ഷെ അപ്പൊ അവിടെ ചെല്ലുന്നത് ഖുർആൻ ഓതുകയുള്ള കരുത്തോടു കൂടിയല്ല, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ എന്ന കരുത്തോടു കൂടിയാണ് ഓതുന്നത്. അപ്പൊ അങ്ങനെ പറ്റും. വാഹനത്തിൽ കാരണം സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നുള്ള ആയത്ത്, അത് ഖുർആന്റെ ആയത്താണ്. അത് വാഹനം കയറുമ്പോൾ അത് ചൊല്ലുമ്പോഴോ അത് ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല. പിന്നെ വാഹനം കയറുമ്പോൾ ചെല്ലാനുള്ള ദിക്ർ എന്ന നിലക്കാണ് അപ്പൊ ചെല്ലുന്നത്. അപ്പൊ ദിക്ർ എന്നുള്ള കരുത്തോടു കൂടി എന്ത് ചെയ്യാ? ചെല്ലാം. അതുപോലെ ഞാൻ ഹദ്ദാദ് ഓതുകയാണ്. സാധാരണ ഹദ്ദാദ് ചെല്ലുന്ന ഒരു പെണ്ണാണ്, അവൾക്ക് ഹൈദ് ഉണ്ടായി അല്ലേ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഹദ്ദാദ് നിർത്തിയൊന്നും വേണ്ട. ഹദ്ദാദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അങ്ങനെയുള്ള ദിക്റുകളൊന്നും ഒക്കെ ചെല്ലാലോ. പിന്നെ ഇപ്പോൾ ഹദ്ദാദിന്റെ വിഷയം എന്താണത്? അതിൽ ചില സൂറത്തുകൾ ഓതാണ്ട്, ഫാത്തിഹ ഓതാണ്ട്, പിന്നെ മുഅവ്വിദത്തൈനി ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതാണ്ട് അല്ലേ. അതൊക്കെ ഓതാൻ പറ്റുമോ? ഹൈദുള്ള പെണ്ണിന് പറ്റും. എങ്ങനെ പറ്റും?
ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല, ഹദ്ദാദിലെ ഒരു ദിക്ർ എന്ന കരുത്തോടു കൂടി. മനസ്സിലാക്കണ? ഹദ്ദാദിലെ ഒരു ദിക്ർ എന്ന കരുത്തോടു കൂടി അത് ഓതാം ആ ഹദ്ദാദ് ചെല്ലുന്ന സമയത്ത്. അതുപോലെ ഇനി കുട്ടിക്ക് പഠിപ്പിക്കുമ്പോഴാണ്, കുട്ടിക്ക് പഠിപ്പിക്കാനുള്ള നെയ്യത്തോടു കൂടിയേ പറ്റൂല. കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള നെയ്യത്ത് പറ്റൂല. പിന്നെ അതിനുള്ള നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാലേ കുട്ടിക്ക് ഓരോ പദങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടിക്ക് ഓരോ പദങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹുൽ, കുട്ടിനോട് പറയാ ഹുൽ. കുട്ടിക്ക് ആ ഹുൽ എന്ന പദം പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പോൾ ഹുവ പറയും, ഹുവ എന്ന് പറയും, ഹുവ. അല്ലാഹു പറയും. പിന്നെ കുട്ടി ഹുൽ ഹു അല്ലാഹു പറയും. അപ്പൊ അതങ്ങനെ ആ പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന നിയ്യത്തോടു കൂടി എന്ത് ചെയ്യാ, പഠിപ്പിച്ചു കൊടുക്കാം. ഖുർആൻ ഒതുക്കുക എന്ന കാര്യത്തോടു കൂടിയല്ല, പിന്നെ ഈ അറബി പദങ്ങൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന കരുത്തോടു കൂടി ആവാം. മനസ്സിലായിക്കണ നിങ്ങൾക്ക്? ആ ആൾക്ക് മനസ്സിലാക്കണം. അപ്പൊ യുവാനി പറഞ്ഞ മനസ്സിലായ? മനസ്സിലായി അല്ല, അയാൾക്ക് മനസ്സിലായിക്കണ? ആ ചോദിച്ച ആൾക്ക് മനസ്സിലായിക്കണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ മറ്റൊരു ടീച്ചർമാർക്കൊക്കെ ഇപ്പൊ അങ്ങനെ പറ്റുവേ. ഏത് സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരാന്നൊക്കെ അല്ലേ? സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ്. അവൾക്ക് എന്തെങ്കിലും ഖുർആൻ പഠിപ്പിക്കേണ്ടി വരില്ല കുട്ടികൾക്ക് അല്ലേ? അപ്പൊ പിന്നെ ഖുർആൻ ഇങ്ങനെ അങ്ങനെ ഓതാൻ പാടില്ല. പിന്നെന്ത് ചെയ്യാ, ആ കുട്ടിക്ക് അങ്ങനത്തെ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാ, കുട്ടികൾക്ക് സമയം പഠിപ്പിച്ചു കൊടുക്കും പാടില്ല. ടൈം ടേബിൾ അനുസരിച്ച് വിഷയം തീരേണ്ടതില്ലല്ലേ? അപ്പൊ ഖുർആൻ പഠിപ്പിക്കുക എന്ന കരുത്തോടു കൂടി അല്ലാതെ അറബി പദങ്ങൾ പഠിപ്പിക്കുക. കുട്ടികൾ പറയും യാ അയ്യുഹ, അങ്ങനെ പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസു, യാ അയ്യുഹന്നാസു. അപ്പൊ അവളുടെ ഉദ്ദേശം എന്തായിരിക്കണം? യാ അയ്യുഹന്നാസു എന്ന പദം പഠിപ്പിക്കലാണ്. ആ രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു, അതല്ലാതെ ഖുർആൻ എന്ന കരുത്തോടു കൂടി പറ്റൂല. പിന്നെന്താണ്, ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് കൈയിട്ട് ഒതു എടുക്കാൻ പറ്റുമോ? ഒരു ബക്കറ്റ് വെള്ളത്തിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ബക്കറ്റ് വെള്ളത്തിൽ 2 കൊല്ലത്ത് ഉണ്ട് നിൽക്കുക, അതായത് 200 ലിറ്റർ ഉണ്ട് നിൽക്കുക. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. 200 ലിറ്റർ പോലെ 200 ലിറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണം. വെറും 200 ലിറ്റർ മാത്രമായാലും ഒരിക്കൽ കുറച്ച് കഴിഞ്ഞെടുത്താൽ പിന്നെ 2 കൊല്ലത്തിനേക്കാളും താഴാവൂലേ? അപ്പൊ 200 ലിറ്ററിനേക്കാളും കുറച്ചും കൂടി അതും വേണം. എന്നാൽ അതിലെന്ത് ചെയ്യാ, പിന്നെ കൈയിട്ടൊന്നും ഉണ്ടാക്കാം. നേരെ മറിച്ച് 200 ലിറ്റർ ഇല്ല, ചെറിയ ബക്കറ്റൊക്കെയാണ്. 200 ലിറ്ററുള്ള ബക്കറ്റൊക്കെ വളരെ കുറവാണല്ലേ? ഞാനിപ്പോ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ കുറെ അന്വേഷിച്ച് നടന്ന്. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ അതിനും പറഞ്ഞതല്ലേ, ഒരുപാട് അന്വേഷിച്ച് നടന്ന അവിടെ ഇമ്പടിയായിട്ട് ഞാനും എന്റെ മകനും കൂടി ഒരു 250 ലിറ്റർ ഉള്ള ഒരു ബക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട്. അത് എന്തിനാ ചോദിച്ചാൽ ഇപ്പാക്ക് ഒന്നുണ്ടാക്കണമെങ്കിൽ ഹൗദുന്ന് ഒന്നുണ്ടാക്കണം. അപ്പോ നമ്മുടെ പേരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേ ഒന്നുണ്ടാക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനത്തെ വലിയൊരു ബക്കറ്റ് കിട്ടുമെന്നൊക്കെ ഞാൻ നോക്കി, കൈയിട്ടുണ്ട്. അപ്പൊ കിട്ടിയില്ല. അപ്പൊ അതിപ്പോ പറഞ്ഞതല്ല, അങ്ങോട്ട് പറഞ്ഞപ്പോ എന്നോട് പൂർത്തിയാക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്, പിന്നെ അപ്പൊ 200 ലിറ്റർ വെള്ളം, 2 കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ വെള്ളം. പിന്നെ ടാങ്ക് ഉണ്ടായപ്പോലെ അതിന്റെ മുഖം, അതിന്റെ അതൊന്നും കൈയിട്ട് ഒന്നുണ്ടാക്കാൻ സാധിക്കണ്ടേ? അല്ല 200 ലിറ്ററിന്റെ വലിയ പാത്രമില്ല എല്ലാ വിഷയമുള്ളത്. അപ്പൊ എന്താ പറഞ്ഞത്, അപ്പൊ 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണ് നിൽക്കുക. ബക്കറ്റിൽ 2 കൊല്ലത്തിനേക്കാൾ താഴെ വെള്ളമുള്ളൂ. എന്നാൽ അതിൽ നിന്ന് കൈയിട്ട് ഒന്നുണ്ടാക്കാനൊരു മാർഗമുണ്ട്. എന്താണത്? കോരിയെടുക്കുക എന്ന നിയ്യത്ത് വെക്കുക. ഞാനിപ്പോ എന്ത് ചെയ്യാണ്, കോരിയെടുക്കുകയാണ് എന്ന നിയ്യത്ത് വെക്കുക. അത് പ്രത്യേകം നിയ്യത്ത് വെക്കൊന്നും വേണ്ട, ഞാൻ കോരിയെടുക്കുന്നു എന്ന് അങ്ങനെ അങ്ങോട്ട് പറയുന്നു വേണ്ട. നമ്മളൊരു ഒരു ഒരു കപ്പ് കൊണ്ടോ മറ്റോ വെള്ളം അങ്ങനെ കോരിയെടുക്കൂലേ? കപ്പ് കൊണ്ടോ മറ്റോ വെള്ളം അങ്ങനെ കോരിയെടുക്കുമല്ലോ നമ്മള്. അപ്പൊ ആ സ്ഥാനമാണ് നമ്മുടെ മുൻകൈക്ക് അപ്പോൾ ഉള്ളത്. ഭാര്യ തൊട്ടാ മുറിയുന്ന കുട്ടിമോൻ പറഞ്ഞത്. ഭാര്യ അന്യസ്ത്രീ ആണെങ്കിൽ മുറിയും അല്ലേ? അന്യസ്ത്രീകളെ തൊട്ടല്ല മുറിയ. ഭാര്യ അന്യ മണ്ണാണെങ്കിലും മുറിയ അന്യ നിശ്ചയേ. ഉമ്മാൻ തൊട്ടാ മുറിയല്ല കുട്ടിമോനെ, ഉമ്മാൻ തൊട്ടാ മുറിയില്ല. എന്താ കാരണം? ഉമ്മ അന്യ പെണ്ണല്ല, ഉമ്മ അവനെന്റെ സ്വന്തമാണ്, അത് തൊട്ടാ മുറിയില്ല. സഹോദരിയെ തൊട്ടാ മുറിയല്ലോ. എന്താ കാരണം? അന്യവളല്ല. ഉമ്മാന്റെ അഞ്ചത്തിന് ജ്യേഷ്ഠത്തിന് തൊട്ടാ മുറിയ ഇല്ല. എന്താ? അന്യവരല്ല.
അമ്മായിനെ തൊട്ടാവുള്ളൂ ഒരു വാപ്പാന്റെ സഹോദരിമാരെ ഇല്ല. എന്താ കാരണം? അന്യവരല്ല. അപ്പൊ അത് സ്വന്തക്കാരാകുമ്പോ തൊട്ടാവുള്ളൂ മുറിയില്ല. പക്ഷെ അതേ സമയത്ത് വേറെ വിഷയമുണ്ട്, കെട്ടാൻ പറ്റൂല. ഉമ്മാനെ കെട്ടാൻ പറ്റൂല്ലോ, സഹോദരിയെ കെട്ടാൻ പറ്റൂല, അമ്മായിനെ കെട്ടാൻ പറ്റൂല അല്ലേ? ആ ഭാര്യ ആരാണ്? അന്യവളാണ്. അതുകൊണ്ടാണ് അവളെ വിവാഹം കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അന്യവളായതുകൊണ്ട് അവളെ തൊട്ടാൽ ഒതു മുറിയുകയും ചെയ്യും. അതാ എത്ര കറക്റ്റാണ് ആ വിഷയം അല്ലേ? എത്ര കറക്റ്റാണല്ലേ? ഒരിക്കൽ തൊട്ടാൽ ഒതു മുറിയില്ലാന്ന് നിൽക്കുക. എന്നാ പിന്നെ ഇനി കാലാകാലം തൊട്ടാ ഒതു മുറിയില്ല. ഉമ്മാനെ എങ്ങനെയാലും തൊട്ടാ ഒതു മുറിയില്ല. ഉമ്മാനെ, അമ്മായിമാനെ അങ്ങനെ തന്നെ അല്ലേ? ഭാര്യയുടെ മാതാവുണ്ടല്ലോ, ഭാര്യന്റെ അമ്മാനെ തൊട്ടാവും. ഭാര്യ തലാക്ക് ചൊല്ലി നിൽക്കുക, എന്നാലും തൊട്ടാവുള്ളൂ മുറിയില്ല. അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, എന്നാലും തൊട്ടാവുള്ളൂ മുറിയില്ല. അപ്പൊ തൊട്ടാ ഒന്നു മുറിയില്ല എന്ന് വരുമ്പോ പിന്നെ കുറച്ചു കാലം തൊട്ടാവുള്ളൂ മുറിയും, കുറച്ചു കാലം തൊട്ടാവും. അങ്ങനെയല്ല. നേരെ വെച്ച് ഭാര്യക്ക് അത് പറ്റൂലേ? ഭാര്യക്ക് എന്താണ്? ഭാര്യക്ക് കുറച്ചു കാലം അവളെ തൊട്ടാവുള്ളൂ മുറിയാ, കുറച്ചു കാലം തൊട്ടാവുള്ളൂ മുറിയായിരിക്കും. അങ്ങനത്തെ നിയമം അതൊരു രസമില്ല. ആയിഷ ബീവി എന്താ പിന്നെ തുണിയെടുക്കാതെ കഴിയുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ? ആയിഷ റളിയല്ലാഹുവിന്റെ കാലും റസൂലുള്ളാഹി തൊട്ട് എന്ന് അല്ലേ? ആയിഷ ബീവി ഇത് എന്താണ് കുട്ടിമോൻ, നിങ്ങള് നമ്മുടെ കുടിയത്തെ ഓരോരുത്തർ കിടന്നുറങ്ങണമാതിരി ആയിഷ ബീവി കിടന്നുറങ്ങല്? അപ്പൊ പോട്ടെ. അപ്പൊ എന്താ പിന്നെ പറഞ്ഞ? അപ്പോ രണ്ടു കുലത്തിനേക്കാളും താഴെയുള്ള വെള്ളത്തിലെ അതിൽ നിന്ന് കോരിയെടുക്കുന്നു എന്ന കരുത്തോട് കൂടിയാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് പിന്നെ കോരിയെടുത്തുകൊണ്ട് ഒളു ചെയ്യാം. അപ്പോൾ നമ്മുടെ മുൻകൈയിന് എന്താണ് വിധി? നമ്മുടെ മുൻകൈയിന് ഒരു കപ്പിന്റെ പിന്നെ വിധിയാകുന്ന അവിടെ ഒരു കപ്പിന്റെ സ്ഥാനത്താണ്. കപ്പുകൊണ്ട് നമ്മൾ കോരിയെടുക്കുമല്ലോ, അതിന്റെ സ്ഥാനത്താണ്. എന്താ അങ്ങനെ കരുതുമ്പോ കപ്പിന്റെ സ്ഥാനത്തായി, അല്ലെങ്കിൽ കൈയിന്റെ സ്ഥാനത്ത് അങ്ങനെ ഉണ്ടാ? അങ്ങനൊക്കെ ഉണ്ട്. നീയത്തിന് വലിയ വിഷയമാണ്. നീയത്തിനെ വലിയ വിഷയമാണ്. നീയത്തോട് കൂടി മുഖം കഴുകിയാൽ ഉളുവിന്റെ മുഖം കഴുകലായി അല്ലേ? അതല്ലെങ്കിലോ സാധാരണ മനുഷ്യന്മാരെന്തിനെല്ലാം മുഖം കഴുകാറുണ്ട്? മുഖത്ത് ചളിയുണ്ട് അപ്പൊ മുഖം കഴുകാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ക്ഷീണുണ്ട് അപ്പൊ മുഖം കഴുകാറുണ്ട്. ഇതൊന്നുമല്ല. അള്ളാഹുവിന് ഇത് ഇബാദത്തായ മുഖം കഴുകലാകുന്നു. അപ്പൊ മുഖത്തെ ചളി പോകുന്നതിൽ നിന്ന് വേറെ ആക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ ക്ഷീണിക്കുമ്പോൾ കഴുകുന്ന മുഖം അതിൽ നിന്ന് വേറെ ആക്കാൻ വേണ്ടി, ഇത് ഇബാദത്തായ മുഖമാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നിയ്യത്ത് വെക്കുന്നു. ഇത് ഞാനിപ്പോ മുഖം കഴുകുന്നത് മുഖത്തെ ചളി പോകാനുള്ളതൊന്നല്ല, ക്ഷീണിച്ചതിന്റെ പേരിലെ മുഖം കഴുകുന്നല്ല. ഇത് അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ ഭാഗമായ മുഖം കഴുകലാണ് എന്ന് വേർതിരിയാൻ വേണ്ടിയാണ് നിയ്യത്ത് അറിയാം. അപ്പൊ കണ്ടില്ലേ? അപ്പൊ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും വേറെ വേറെ ആകുന്ന അർത്ഥം. പിന്നെന്താണുള്ളത്? അപ്പൊ നിങ്ങൾക്ക് ആ സഹോദരനെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ആ സഹോദരനെ മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഹാന്മാരായ ആളുകളുടെ പേരിൽ നേർച്ചയാക്കിയത് ചൊല്ലാൻ മറന്നുപോയാൽ എന്തു ചെയ്യും? അത് മഹാന്മാരായ ആളുകളുടെ പേരിൽ നിന്ന് മാത്രം. ഏത് നേർച്ചയും, നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കുന്നതിന് മുമ്പ് അത് ചെയ്യൽ നിർബന്ധമല്ല. നേർച്ചയാക്കിയാൽ അത് പിന്നെ നിർബന്ധമായി. അങ്ങനത്തെ വിഷയത്തിനാണ് എന്ത്? അതാണ് നേർച്ച അറിയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, അത് നിർബന്ധമാണോ? അല്ല. പക്ഷെ നേർച്ചയാക്കിയാലോ അത് നിർബന്ധമായി. അപ്പോൾ ഫർള് ഐനല്ലാത്ത ഇബാദത്തായ ഒരു കാര്യം, കൂലി കിട്ടുന്ന ഒരു കാര്യം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയും. ളുഹർ നിസ്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ളുഹർ നേർച്ചയാക്കില്ലെങ്കിൽ തന്നെ നിർബന്ധമാണ്. അപ്പൊ ഔലിയാക്കൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി, അതല്ലെങ്കിൽ ഈ ഫഖീർ മിസ്കിന്മാർക്ക് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി. പക്ഷെ എന്ത് ചെയ്ത് മറന്നുപോയി. എന്നാ എന്താ ചെയ്യണം? ഓർമ്മ വന്നാൽ ആ കാര്യം നിർവഹിക്കണം, അത് നിറവേറ്റണം. അത് തന്നെയാണ് അതിന് മസല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഹജ്ജിന് പോകുമ്പോ എന്താ കുട്ടിമോന്റെ സംശയല്ലേ? അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പറയാൻ യോഗ്യനായ ഒരാളെ തഖ്ലീദ് ചെയ്തു. ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ തഖ്ലീദ് ചെയ്തു. തഖ്ലീദ് ചെയ്യാൻ പറ്റും. കാരണം ഷാഫി ഇമാമ് പറയാൻ യോഗ്യനാണ്, മസ്അല പറയാൻ യോഗ്യനായ ആളാണ്. അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് ജീവിക്കാം. ഇനി അതല്ല അബൂ ഹനീഫ ഇമാമിനെ തഖ്ലീദ് ചെയ്തത് നിൽക്കുക, എന്നാൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് ജീവിക്കാം. ഞാൻ തഖ്ലീദ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നാ. അതിന് എന്തെല്ലാം ഉദാഹരണം കണ്ടില്ലേ? എന്തെല്ലാം ഉദാഹരണങ്ങളുണ്ട്.
പിന്നെ ഡോക്ടർ ഭാഗം ഇതൊക്കെ ശരിക്കും പാസ്സായ ഒരു ഡോക്ടറെ നിൽക്കുക. അയാള് മങ്ങണ്ടല്ല, മുജ്തഹിദായ ആള്, ഇജ്തിഹാദിന് കഴിവുള്ള ഒരു വ്യക്തി ഇജ്തിഹാദ് ചെയ്ത് തെറ്റി നിൽക്കും, എന്നാലും അള്ളാഹു ശിക്ഷിക്കില്ല, എന്നാലും ഒരു കൂലിണ്ടെന്നാ. ഇജ്തിഹാദിന് കഴിവുള്ള ആള് ഇജ്തിഹാദ് ചെയ്തു, എന്നിട്ട് അയാൾ ആ ഇജ്തിഹാദിൽ പിഴച്ചു, എന്നാലും ഒരു കൂലി. എന്തിന്റെ പേരില്? ഇജ്തിഹാദ് ചെയ്തതിന്റെ പേരിലുള്ള കൂലി അല്ലേ? ഇനി പിഴച്ച അത് അയാൾ സത്യം കണ്ടെത്തി നിൽക്കുക ഇജ്തിഹാദ് മൂലം, എന്നാൽ രണ്ട് കൂലിയുണ്ട്. ഇജ്തിഹാദ് ചെയ്ത കൂലിയും സത്യം കൊണ്ടുവന്ന കൂലിയും, രണ്ട് കൂലിയുണ്ട്. അപ്പൊ അയാൾ ഇജ്തിഹാദ് ചെയ്ത് പിഴച്ചപ്പോഴും പഠിച്ചോണ്ടെന്ന് കുറ്റല്ല, കൂലിയാണ് എന്ന്. എന്താ കാരണം? യോഗ്യാണ്, ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യനാണ്, അതന്നെ വിഷയം. യോഗ്യാൻ പിഴക്കുക അതൊക്കെ ഉണ്ടാവും. യോഗ്യന്മാർക്കും ചിലപ്പൊക്കെ പിഴക്കും, യോഗ്യന്മാർക്ക് ചിലപ്പൊക്കെ പിഴക്കും. നല്ല അല്ലെ, ഒരു ഗവൺമെന്റ് അംഗീകരിച്ച നല്ല കോഴ്സൊക്കെ പൂർത്തിയാക്കിയ നല്ല ഡോക്ടറാണ്. അയാള് ഓപ്പറേഷൻ ചെയ്ത ആള് മരിച്ചു നിൽക്കുന്ന കുറ്റണ്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല, എന്നാ കുറ്റമില്ല. ഗവൺമെന്റ് ആൾ അറസ്റ്റ് ചെയ്തൊന്നും ചെയ്യൂല, ഒരു കുറ്റില്ല ആൾക്ക്. എന്താ കാരണം? അയാള് ഓപ്പറേഷൻ ചെയ്യാൻ യോഗ്യനായ ആളാണ്, യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആളെ കയ്യിലുണ്ടേ, ഗവൺമെന്റ് കൊടുത്തേ. ഇനി അയാൾക്ക് അതിന്റെ പേര് കുറ്റമില്ല. നേരെ മറിച്ച് ഇനി ഒരാള് ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തുള്ള കുട്ടിമോൻ എന്ത് ചെയ്തു? ഒരാൾക്ക് ചികിത്സിച്ച് അയാൾക്ക് രോഗം ശിഫായി നിൽക്കുന്നാലും ആ വിഷയം ഡോക്ടർ അതിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ കുട്ടിമോനെ? അതല്ലേ, കുട്ടിമോൻ എന്ത് ചെയ്തു? ഒരാൾക്ക് ചികിത്സിച്ച് അയാളെ രോഗം മാറി നിൽക്കുക, എന്നാലും ഗവൺമെന്റ് അറിഞ്ഞു നിൽക്കുക, എന്നാൽ കുട്ടിമോനെ കുറിച്ച് അറസ്റ്റ് ചെയ്യും. ഞാൻ ചികിത്സിച്ച് മാറിയല്ലോ എന്ന് പറഞ്ഞ കാര്യം എന്തിനെ ചികിത്സിച്ചതാ? അനക്കെന്നെ അർഹതയില്ല, എന്തിനാണ് ചികിത്സിച്ചെന്ന അറസ്റ്റാണ് അവിടെ ഉണ്ടാവുക. എന്താ കാരണം? യോഗ്യത ഇല്ല. മറ്റേ ഡോക്ടർക്കോ യോഗ്യത ഉണ്ട്. കണ്ടില്ല നിങ്ങള്? അപ്പോ പിന്നെന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്. ശരി, ചോദിച്ചാൽ ഇദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. ഉസ്താദിന് വേണ്ടി ദുആ. എന്താണ് ഉസ്താദിന്? അങ്ങനല്ലല്ലേ? ശരി, വായിച്ചത് തെറ്റാണ്. അതല്ലേ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഇന്ന ഉസ്താദെ വിളിച്ചതല്ല. ശരി, അദ്ദേഹത്തിന്റെ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. എത്രയും വേഗം റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫള് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ താമ്മൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ സഹോദരി പ്രസവത്തിനായി ആസ്പത്രിയിൽ ആണ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ സഹോദരിയുടെ പ്രസവം അല്ലാഹു സുഖമാക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അല്ലാഹു തആല ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന സ്വാലിഹായ നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഗവൺമെന്റിന് ടാക്സ് നമ്മൾ ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാവുമല്ലോ? ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടായിട്ട് ഗവൺമെന്റിന് ടാക്സിന്റെ കാര്യം പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ ഉണ്ട്. എന്താണ് ചോദ്യം? ഗവൺമെന്റിന് ടാക്സ് നമ്മൾ കൊടുക്കാറുണ്ട്, അത് പലിശ കൊടുക്കാൻ പറ്റുമോ? ഗവൺമെന്റ് എന്നത് ഒരു വ്യക്തി അല്ലല്ലോ, പൊതു ആവശ്യത്തിന് വേണ്ടി അല്ലേ ഗവൺമെന്റ് അത് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹറാമായ ഒരു സ്വത്ത് ഒരാളെ കയ്യിൽ വന്ന് നിൽക്കുക, ആ ഹറാമായ സ്വത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ ഹറാമായ മുതൽ വന്ന് പെട്ടു നിൽക്കുക, എന്നാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം നമ്മളത്? അതിന്റെ ശരിയായ ഉടമസ്ഥ ഉണ്ടല്ലോ, അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് എന്റെ നിയമം. അതാണ് നമ്മുടെ കയ്യിൽ ഒരു ഹറാമായ സ്വത്ത് പെട്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്ത് പലിശ വന്ന് പെട്ടു നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ആരുടേതാണോ എങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുക. പക്ഷെ അത് പ്രയാസമാണല്ലേ? ഉദാഹരണം പറയാൻ 10,000 റുപ്യ, ഒരു 10,000 റുപ്യ ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് പലിശ മുതലായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആ ബാങ്കിൽ പോയിട്ട് അങ്ങനെ 10,000 റുപ്യ ആയിരുന്നെങ്കിലും പലിശ ആയിട്ട് ഗവൺമെന്റ് ആ ബാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുക.
ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണില്ലേ, കേൾക്കണില്ലേ? എന്തോ ഒരു അനക്കം കാണാത്ത നമ്മുടെ റൂമില്. ഞാൻ DC ആയിക്കണം പറച്ചോനെ. ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ വേണ്ടത് എന്താണ്? അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുക. പക്ഷെ അത് പ്രയാസമാണ്. ബാങ്കിൽ പോവുക, എന്നിട്ട് ഇവൻക്കിപ്പോ ഈ ആരുടെ അടുക്കൽ നിന്ന് പലിശ വാങ്ങിയിട്ടാണ് എനിക്ക് കിട്ടിക്കണ കാര്യം അറിയാൻ പറ്റൂല. പലയിടത്തും കൂടി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. അങ്ങനെ അറിയുകയാണെങ്കിൽ അത് അയാൾക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഇനി അറിയില്ല നോക്ക്. എന്നാൽ പിന്നെ നമ്മുടെ ഉലമാക്കളൊക്കെ പറയുന്നത് ആ ബാങ്കിൽ നിന്ന് അങ്ങനെ ആരുടെയെങ്കിലൊക്കെ അടുക്കൽ നിന്ന് പലിശ വാങ്ങിയിട്ടുണ്ടാവില്ല ബാങ്ക്, അപ്പൊ അവർക്ക് കൊടുക്കാവുന്നതാണ് എന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ പലിശ വന്നു. അപ്പൊ അതേ ബാങ്കിൽ പലിശ അടക്കേണ്ടവരുണ്ടാവുമല്ലോ അല്ലെ, പലിശ അടക്കേണ്ടവരുണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാവുന്നതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. ഇതൊന്നും എന്റെ അഭിപ്രായം, എനിക്കതിന് സ്വന്തം അഭിപ്രായം പറയാൻ പറ്റൂല്ലോ. എനിക്കതിന് സ്വന്തം അഭിപ്രായം പറയാൻ മാത്രമുള്ള വിവരമില്ലല്ലോ. നമുക്ക് എന്താണ് ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരിക്കണം, മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരിക്കണം, അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. ചെറുശ്ശേരി ഉസ്താദ് സാധാരണ പറയാറുള്ളത് പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക എന്നാ. നിർബന്ധമായ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ പലിശ മുതൽ വന്ന് പെട്ടു നിൽക്കുക, എന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക, റോഡ് പണി, പാലം പണി, വിളക്ക് കാലുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡുകൾ, അങ്ങനത്തെ പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക. അതാണ് തീർച്ചയായും പറയാറുള്ളത്. എന്നാൽ വേറെ ചിലർ ഇങ്ങനെയും പറയാറുണ്ട്. അതിങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ പിന്നെ പലിശ, പക്ഷെ അത് പലിശ കൊടുക്കേണ്ട ആളുകളുണ്ടാവും, അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കുക. പക്ഷെ അത് പലിശക്ക് പ്രോത്സാഹനമാകുന്നത് ശ്രദ്ധിക്കുകയും വേണം. എനിക്ക് ഞാൻ ഒരു പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അതിന്റെ പലിശ എന്തെയും മറ്റൊരാളുകൾ എനിക്ക് തന്നോളും എന്നാൽ ചിന്തിക്കാൻ അത് പിന്നെ പലിശ ഇടപാട് നടത്താൻ അയാൾക്ക് പ്രോത്സാഹനമാകും. അതാണ് നിൽക്കാവരുത്. അതൊക്കെ വളരെ നോക്കിക്കൊണ്ട്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ ലോണൊക്കെ എടുത്തു, വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് അയാൾക്കും അയാളുടെ ഭാര്യ സന്താനങ്ങൾക്കും താമസിക്കാൻ അനുയോജ്യമായ ചെറിയൊരു വീട് ആവശ്യമാണ്. ആ വീടുണ്ടാക്കാൻ അയാൾക്ക് ഒരു മാർഗവുമില്ല. അതിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നിർബന്ധിതനായി. അപ്പോൾ അയാൾക്ക് അത് എന്ത് ചെയ്യണം, ആ പൈസ അടക്കണം. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളിൽ അയാൾക്ക് കൊടുക്കാം. അയാളോട് പ്രത്യേകം പറയണം, ഇത് എന്റെ ഈ വിഷയത്തിൽ തന്നെ ചെലവഴിക്കാൻ കേട്ടോ, ഇതിന് വിചാരിച്ചു ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത്തരം വിഷയങ്ങൾ ഈ ഇടപാട് നടത്താൻ പാടില്ല. ഇത് എനിക്ക് വളരെ വിഷമകരമായ ഒരു അവസ്ഥ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോ തരികയാണ്. അതുകൊണ്ട് അയാളോട് പറയുന്നു വേണ്ട, ഇത് പലിശന്റെ പൈസ എനിക്ക് ഇങ്ങനെ കിട്ടിയാൽ അദ്ദേഹത്തിനോട് പറയുന്നു വേണ്ട. അപ്പോ അത്തരം വിഷയങ്ങളിൽ കൊടുക്കാം എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ വിഷയം. അതല്ലാതെ പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ പിന്നെ നിർബന്ധമായ സാഹചര്യത്തിൽ ലോൺ എടുക്കേണ്ടി വന്നു, അവർക്കാണെങ്കിൽ അത് തിരിച്ചു അടക്കാൻ അവർക്ക് യാതൊരു നിർവാഹവും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാവുന്നതാണ് എന്നും പറയപ്പെടുന്നു. അത്രേ എനിക്കും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മറ്റൊരാളല്ല, മറ്റത് നിങ്ങളുടെ തന്നെ ആവശ്യമാണ്. നിങ്ങളുടെ വീടിന്റെ നികുതി കൊടുക്കുക, അല്ലെങ്കിൽ പറമ്പിന്റെ നികുതി കൊടുക്കുക, അതൊക്കെ പൊതുവിഷയത്തെ ചെലവഴിക്കലല്ല. അത് നിങ്ങൾ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അത് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോ അത് പാടില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അത് മറ്റുള്ളവർക്ക് മറ്റു വിഷയങ്ങളിൽ ചെലവഴിക്കുക, അതാ പൊതുവിഷയങ്ങളിൽ ചെലവഴിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. അതല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിലുള്ളത് നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് പറ്റുകയില്ല. ഇനി നിങ്ങൾ കൂടുതൽ ഈ വിഷയം മനസ്സിലാക്കണമെങ്കിലേ നമ്മുടെ SKSF-ന്റെ ഇതുണ്ടല്ലോ, അത് നമ്മുടെ ഹുദവി വഖഫ് നടത്തുന്ന സൈറ്റ് ഉണ്ടല്ലോ, എന്താ പേര്, ഇസ്ലാം ഓൺ വെബ് അല്ലേ? ഇസ്ലാം എന്താ ഒരു ഇതില്ലാത്ത, ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? അതെ, ഇസ്ലാം ഓൺ web.net അതില് പോവുക നിങ്ങള്. അതൊക്കെ ഇടക്കൊക്കെ വായിക്കണം. അതിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. അതിൽ ചോദിക്കാം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ചോദിക്കാം. ആ ചോദിക്കാനുള്ള ഭാഗത്തിൽ പോയാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതിലുണ്ടാവും. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുവാനുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുവാനുണ്ട്. വളരെ ഉഷാറുള്ള പരിപാടി അല്ലേ അത്. ആ ഇവിടെ എന്നുള്ളത് വേറെ കളറായിരിക്കും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്താൽ അത് സംബന്ധമായി കൂടുതൽ വിവരം കിട്ടും. നമ്മുടെ ആരാണ് പറഞ്ഞത്, നമ്മുടെ ഹുദവികൾ മാത്രമല്ല, വാഫികളും ഹുദവികളും പലരും ഉണ്ട്, റഹ്മാനികളും പലരും ഉണ്ട്.
അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഏതായാലും ശരി, വളരെ നല്ല ഉപകാരപ്രദമായ ഒരു സൈറ്റാണത്. ഒരുപാട് വിവരങ്ങളുള്ള അല്ലെ, വളരെ നിലവാരമുള്ള ഒരു സൈറ്റാണ്. നിങ്ങൾ അതിൽ പ്രവേശിച്ചാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ കെട്ടിക്കിടക്കുന്ന ചരക്കിൽ സക്കാത്ത് കൊടുക്കണോ? ഇനി ഒരു പ്രാവശ്യം കൊടുത്താൽ അടുത്ത വർഷം ഉണ്ടെങ്കിൽ വീണ്ടും കൊടുക്കണം. കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതല്ല, കച്ചവടത്തിന് വേണ്ടി നീക്കി വെച്ചതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് വിറ്റുപോട്ടേ ഇല്ലാതിരിക്കട്ടെ. ഒരു വർഷം പൂർത്തിയായാൽ ചരക്കാണ്, ആ ചരക്ക് എന്തിനുള്ളതാണ്? കച്ചവടം ചെയ്യാനുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്തു, നിസാബ് തികയുന്ന സംഖ്യക്കുള്ള ചരക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു വർഷം പൂർത്തിയായി, എന്നാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. പക്ഷെ പിന്നെന്താ, കച്ചവടം നടക്കണില്ല എന്നൊക്കെ, എന്നാ പിന്നെ വേറെ നീയത്ത് മാറ്റണം. നീയത്ത് മാറ്റം ഇത് കച്ചവടത്തിനുള്ളതല്ല എന്ന് അയാൾ എന്ത് ചെയ്യും, നീയത്ത് മാറ്റണം. അല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം സക്കാത്ത് കൊടുക്കണം. ഇതെന്താണ് ഇപ്പൊ ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാ? കച്ചവടത്തിന് വേണ്ടിയുള്ള ചരക്കാണെങ്കിൽ ആ സാധനം വിൽക്കട്ടെ വിൽക്കാതിരിക്കട്ടെ ഓരോ വർഷവും സക്കാത്ത് കൊടുക്കണം. ഇനി സാധനം വിറ്റുപോണില്ല, പിന്നെ കൊല്ലം കൊല്ലം സക്കാത്ത് കൊടുക്കാറ് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ അത് കച്ചവടത്തിനല്ലാന്ന് നിങ്ങൾ നീയത്ത് വെക്കുക. ഇത് ഞാൻ എന്തായാലും ഇത് വിൽക്കാനുള്ളതല്ല, ഇത് എന്ത് ചെയ്യാണ്, ഇത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെ നീയത്ത് വെക്കുക. എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട. അത് വീണ്ടും കച്ചവടത്തിന് വരികയാണെങ്കിലോ അപ്പൊ വേറെ നീയത്ത് വെക്കുക. അങ്ങനെ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹറം 1 ഒരാൾ കച്ചവടം തുടങ്ങി. അങ്ങനെ എന്നാ പിറ്റത്തെ മുഹറം 1 ഒരു ദുൽഹജ്ജ് 30 ഒരു വർഷം പൂർത്തിയായല്ലോ, അപ്പോൾ സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അങ്ങനെ പിറ്റത്തെ കൊല്ലം എന്താണ്, പിന്നെ കുറച്ചിട്ട് കഴിഞ്ഞ് നോക്കുമ്പോ കച്ചവടമൊന്നും ഇല്ല, സാധനമൊന്നും വിറ്റ് പോണില്ല. അങ്ങനെ പക്ഷെ എന്നാലും പിറ്റത്തെ ദുൽഹജ്ജ് 30 വന്നാൽ വീണ്ടും സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുക്കാൻ അയാൾ വലിയ നഷ്ടമാണല്ലേ. കച്ചവടം നടക്കണില്ല, സക്കാത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, ഇനി കച്ചവടം എന്ന നീയത്തിന് ഒഴിവാകുക. ഇത് കച്ചവടത്തിന് വേണ്ടിയുള്ളതല്ല, ഇത് ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആക്കുകയാണ് എന്ന് കരുതുക. എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞ്, ഉദാഹരണം പറഞ്ഞ റബീഉൽ ആഖിറിലൊക്കെ എന്ത് ചെയ്ത് പിന്നെ കച്ചവടത്തിന് വീണ്ടും ചാൻസ് ഉണ്ട് നിൽക്കുക. എന്നാ പിന്നെ അപ്പൊ നീയത്ത് വെക്കുക, ഞാൻ ഈ ചരക്കുകളൊക്കെ കച്ചവടത്തിന് വേണ്ടി പിന്നെ കച്ചവട ചരക്കാക്കിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്നാ പിന്നെ ഇനി എന്നാ സക്കാത്ത് കൊടുക്കേണ്ടത്? ഇനി അവിടുന്നായിട്ട് ഒരു കൊല്ലം കൂടി ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. ഉദാഹരണം റബീഉൽ ആഖിറിലാണ് വീണ്ടും കച്ചവട ചരക്കാക്കാൻ വേണ്ടി നീയത്ത് വെച്ചത് നിൽക്കുക. എന്നാൽ പിന്നെ അടുത്ത റബീഉൽ ആഖിറിൽ നീയത്ത് പിന്നെ സക്കാത്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലേ? അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എല്ലാ കൊല്ലം സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ്, ഉസ്താദെ നരച്ച മുടിയിൽ, നേർച്ചല്ലേ, നരച്ച മുടിയിൽ കറുപ്പ് അല്ലാത്ത കളർ കൊടുക്കാമോ? നരച്ച മുടിയിൽ കറുപ്പ് അല്ലാത്തത് കൊടുക്കുന്നതിനെ കുറിച്ച്, അത് മഞ്ഞ കളറാണ് അല്ലെങ്കിൽ ചുവന്ന കളറാണ് എന്നാൽ അത് പറ്റുന്ന, അത് മൈലാഞ്ചിയാണെങ്കിൽ സുന്നത്ത് കൂടിയാണ്. ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിക്കട്ടെ, ഒന്ന് ശരിക്കും മനസ്സിലാക്കിക്കോളി. നരച്ച മുടിയില് കറുത്ത കളറ് കൊടുക്കൽ ഹറാമാണെന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അങ്ങനെയാണ് മുഅ്തമദായ അഭിപ്രായം, ഹറാമാണെന്നാണ്. എപ്പോഴൊഴികെ, യുദ്ധാവശ്യത്തിന് വേണ്ടി ഒഴികെ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവാണ്, അയാൾ നരച്ച മുടിയൊക്കെ ഉള്ള ആളാണ് നിൽക്കുക. അപ്പൊ ശത്രുക്കൾക്ക് പേടിണ്ടാവില്ല, വരാപ്പോ നമ്മളായിട്ട് ഏറ്റുമുട്ടാൻ വന്നിരിക്കണം. യുദ്ധത്തിന്റെ വലിയ തന്ത്രമാണല്ലോ ഈ ശത്രുക്കളെ ഭയപ്പെടുത്തുക എന്നുള്ളത്. ശത്രുക്കളെ മറ്റത് നമ്മളിങ്ങനെ വയന്ന് പിടിച്ച് കുറെ തന്താരൊക്കെ പാട ഒരു വാൾ തോക്കും പിടിച്ചിങ്ങനെ പോയാൽ ശത്രുക്കൾക്ക് ഒരു പേടിയൊന്നുമില്ല. ശത്രുക്കൾക്ക് പേടിയില്ല എന്ന് നമുക്ക് തോന്നാണ്, നമുക്കും തന്നെ ഒരു ആശങ്ക ഉണ്ടാവും. പിന്നെ ഒരു ആശങ്ക ഉണ്ടാവും. അപ്പൊ എന്താണ്, അപ്പൊ അതല്ല, അപ്പൊ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മുടി നരച്ചവരാണെങ്കിൽ മുടിയൊക്കെ തന്നെ കറുപ്പിച്ച് യുവാക്കളെ മാതിരി ആയുധമൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശത്രുക്കൾക്ക് പേടിയുണ്ടാവും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ മുടി കറുപ്പിക്കൽ ഹലാലാകും, അനുവദനീയമാകുന്നു എന്നാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ മുടി കറുപ്പിക്കൽ ഹറാമാണ്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. പിന്നെയോ, എന്നാ മുടി പിന്നെ കറുപ്പല്ലാത്ത മറ്റു കളർ കൊടുക്കുക, അത് മൈലാഞ്ചി ഇടല് ആണെങ്കിൽ സുന്നത്താണ്. മൈലാഞ്ചി ഇടലാണെങ്കിൽ സുന്നത്താണ്. മൈലാഞ്ചി ഇടുമ്പോ ചിലപ്പോൾ ചുവപ്പ് കളറായിരിക്കും അല്ലെ, എന്നാലും സുന്നത്ത് തന്നെയാണ്. മഞ്ഞ കളറാവും ചിലപ്പോൾ, എന്നാലും സുന്നത്ത് തന്നെയാണ്. ആ മഞ്ഞ കളർ കൊണ്ടോ ചുവപ്പ് കളർ കൊണ്ടോ മൈലാഞ്ചി ഇടുക, അത് സുന്നത്താണ്. ഇനി അതല്ലാത്ത മറ്റു കളറുകളാണെങ്കിലോ മൈലാഞ്ചി അല്ലാത്തത്
പറ്റൂലെന്നൊക്കെ ഉണ്ടല്ലേ. പക്ഷെ അതേ സമയത്ത് അതിന് ഉള്ളതേ പിന്നെ ഷെർവാനിയിലൊക്കെ ഉണ്ട് അങ്ങനെ. ആ വിഷയം ചർച്ച ചെയ്തോട് ഞാൻ നോക്കിയത് ചിലർ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതേ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് വായിതായിട്ട് അന്നഹു സഫറ ലഹിയതഹു ബിസ്സഅഫറാനിന്ന്, മൈലാഞ്ചി അല്ലല്ലോ ഇപ്പോ, കുങ്കുമം കൊണ്ട് പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ താടിക്ക് മഞ്ഞ കളർ കൊടുത്തു എന്നുണ്ട്. അപ്പൊ ഇതിന് മനസ്സിലായത് എന്ത്, മൈലാഞ്ചി അല്ലാത്തതും ഇടാന്നാണല്ലോ. ഹദീസിൽ വേറൊന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്ബഗു ലിഹിയതഹു ബിസ്സഅഫറാനി വൽ വർസി, കുങ്കുമം കൊണ്ടും വർസ് പുല്ല് ഒരു പുല്ലുണ്ട്, ആ പുല്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റസൂലുള്ളാഹിന്റെ താടിക്ക് ചായം കൊടുത്തിരുന്നു എന്ന്. റസൂലുള്ളാഹിക്ക് താടിക്ക് വയ്യാത്തൊന്നുമില്ല, ആകെ 17 മുടിയുടെ തലയിലും താടി എന്നൊക്കെ പറഞ്ഞ നിറച്ചിട്ടുണ്ടെങ്കിലേ അതിന് കൊടുത്തിരുന്നത് ഇതായിരിക്കും. അല്ലെങ്കിൽ കറുത്ത മുടി ഇതാണെങ്കിലും ശരി, അങ്ങനെ കളർ കൊടുക്കാലോ. അപ്പൊ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഹദീസ് കൊണ്ട് പിന്നെ വേറെ ചിലത് പിന്നെ നിരോധിച്ചു കൊണ്ടുള്ളതുണ്ട്. അതിൽ നിന്നൊക്കെ പാടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാലേ, കറുപ്പ് ആകപ്പാ ഷാഫി മദ്ഹബില് കറുപ്പ് കളർ കൊടുക്കൽ യുദ്ധാവശ്യം അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ അത് ഹറാമാകുന്നു. യുദ്ധാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാകുന്നു. മൈലാഞ്ചി ഇടുകയാണ് നിൽക്കുക, മൈലാഞ്ചി അത് ചുവപ്പ് കളറാവട്ടെ മഞ്ഞ കളറാവട്ടെ അത് സുന്നത്താകുന്നു. മൈലാഞ്ചി അല്ലാത്തവ കൊണ്ട് കറുപ്പല്ലാത്ത കളർ കൊടുക്കുക, ഇപ്പൊ ബ്രൗണോ അല്ലെങ്കിൽ മഞ്ഞ ചോപ്പോ, പക്ഷെ എന്താ മൈലാഞ്ചി അല്ല വേറെന്തെങ്കിലും കൊണ്ടാണ് നിൽക്കുക, അത് കറുപ്പാകാൻ പാടില്ല. കറുപ്പല്ലാത്ത കൊണ്ടാണെങ്കിലോ അത് കറാഹത്താകുന്നു, ഹറാമല്ല എന്നാണ് ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത്. മനസ്സിലായല്ലേ? മൈലാഞ്ചി സുന്നത്താണ്, മൈലാഞ്ചി അല്ലാത്ത വസ്തുക്കളെ കൊണ്ടാണ് പിന്നെ കളർ കൊടുക്കുന്നത്, പക്ഷെ കറുപ്പാകരുത്, അത് ഹറാമല്ല കറാഹത്താണ്. കറുപ്പാണെങ്കിലോ എന്തുകൊണ്ടാണ് ചോദിച്ചത്, കറുപ്പാണെങ്കിലോ ഹറാമുമാണ് എന്ന്. ഇതാണ് ഇപ്പൊ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഷാഫിഈ മദ്ഹബ് അല്ലാത്ത മദ്ഹബിലൊക്കെ കറാഹത്തേ ഉള്ളൂ, ഹറാമെന്നല്ല. അത് കറുപ്പന്നെ, യുദ്ധാവശ്യത്തിനൊന്നല്ല നിൽക്കുന്നാലും പിന്നെ ഹറാമല്ലാന്ന്. ഏത് മാലിക്കി മദ്ഹബാവട്ടെ ഹംബലി മദ്ഹബാവട്ടെ കറാഹത്തും അല്ല എന്ന് പറഞ്ഞവരും കൂടി ഉണ്ട്, കറാഹത്തും ഇല്ലാന്ന്. ഇനി കറാഹത്താണെങ്കിൽ തഹരീമിന്റെ കറാഹത്തല്ല, വെറും തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണ്. അപ്പൊ ആ വിഷയത്തിൽ കൂടുതൽ ഒരു കടുപ്പുള്ളത് ഷാഫിഈ മദ്ഹബാണ്. മറ്റു മദ്ഹബിലൊക്കെ അത് പിന്നെ തൻസീഹിന്റെ കറാഹത്താണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മള് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണല്ലോ വലിയ പണ്ഡിതന്മാര്, വലിയ അല്ലേ, അവരൊക്കെ മുടിയൊക്കെ കറുപ്പിച്ചിട്ടൊക്കെ കാണും, ചിലരൊക്കെ താടിയൊക്കെ കറുപ്പിച്ചിട്ടുണ്ടാവും. അത് അവരുടെ മദ്ഹബ് അത് അനുവദിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഉസ്താദെ, ഒരു നാട്ടിൽ പുതുതായി ഒരു ജുമാ തുടങ്ങാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞു തരുമോ? അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് ചെറിയ എനിക്ക് PM പിന്നെ ചാറ്റ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട്ടില് ഇതുവരെയൊക്കെ സ്പീക്കർ ഇല്ലാതെ ഖുതുബ നിർവഹിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ച് സംസ്ഥാനക്കാർ അവിടെ ഉണ്ട്. ഇപ്പൊ അവിടെ ആളുകളൊക്കെ തീരുമാനിച്ചു നമുക്ക് സ്പീക്കർ ഉപയോഗിക്കണം എന്ന്. അപ്പൊ സ്പീക്കർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ സംസ്ഥാനക്കാരൊക്കെ അവിടെ എന്ത് ചെയ്ത്, അവിടെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ട്, അവിടെ വേറെ ജുമാ സംഘടിപ്പിക്കുകയാണ് എന്ന്. അതാ പറഞ്ഞത്. അത് ആ വിഷയത്തെ സംബന്ധിച്ചേ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. അത് നിങ്ങൾ സമസ്ത മുഷാവറ മെമ്പർമാരുമായോ ഒരു സഫത്തുവ കമ്മിറ്റിയുമായോ ഒക്കെ ബന്ധപ്പെടുക. അതാണ്. അതല്ലാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഒരു മഹല്ലാണ്, ഒരു കറിയാണ്, അവിടെ 2 ജുമാ നടന്നു നിൽക്കുക. ആ 2 ജുമാ നടത്താൻ പറ്റും. അങ്ങനെ ഏത് ജിറ്റിമായൊക്കെയാണ് നിൽക്കുക. അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ഫിത്ന ഉണ്ടാവാൻ ഭയപ്പെടുന്ന അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ ഒന്നിലധികം ജുമാ പറ്റുന്നും, അപ്പൊ ഒരേ സമയത്ത് തന്നെ ഖുതുബായാലും വിരോധമില്ല എന്നും എന്നൊക്കെയാണ്. അതൊന്നും അല്ലാത്ത സാഹചര്യത്തില് ഒരു മഹലിൽ 2 ഖുതുബ ഉണ്ടായാൽ 2 ജുമാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എവിടെയാണോ നടന്നത് അതേ സഹിയാവുള്ളൂ, മറ്റത് സഹിയാവൂല എന്നൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ശരി, ഇത് എനിക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് നിങ്ങൾ സമസ്തന്റെ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇവിടെ UAE സലൂണിൽ മുസ്ലിം സ്ത്രീകൾ അമുസ്ലിം സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമോ? അതോട് വിരോധമില്ല. അമുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീ എന്ത് ചെയ്യരുത്, അവൾക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒളിവാക്കുന്ന അതേ വിധിയാണ് അമുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീ അവിടെ ഔറത്ത് ഒളിവാക്കല്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഔറത്ത് ഒളിവാക്കാൻ പാടില്ലല്ലോ. ഒരു സ്ത്രീ അവളുടെ ശരീരമൊക്കെ മറക്കാൻ നിർബന്ധമാണ്. അതേ വിധി തന്നെയാണ് അമുസ്ലിം സ്ത്രീകളുടെ മുമ്പിലും ഒരു മുസ്ലിം സ്ത്രീക്കുള്ളത്.
ഒരു മുസ്ലിം പെണ്ണാണ്, അവള് സലൂണിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ആ മുസ്ലിങ്ങളുടെ പിന്നെ ഭംഗിയാക്കാൻ പറ്റും. അത് മുസ്ലിങ്ങളുടെ ഇത് ഭംഗിയാക്കി കൊടുക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ മുഖവും മറ്റേതൊക്കെ ഭംഗിയാക്കി കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അതൊന്നും വിരോധമില്ല. പിന്നെ ഷോപ്പ് അടക്കാൻ സമയമായി. കേട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്വർണത്തിന്റെ സക്കാത്ത് ഒന്ന് വിവരിക്കാമോ? സ്വർണത്തിന്റെ സക്കാത്ത് 85 ഗ്രാം ഉണ്ടായാലാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ്. പഴയകാലത്ത് 20 മിസ്കാൽ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പഴയകാലത്തൊക്കെ വലിയ മുതലാളിമാരാണെങ്കിലും ശരി, പിന്നെ മഹർ പറഞ്ഞിട്ട് 19.25 അരക്കാല് അല്ലേ, അങ്ങനെയാണ് പറയില്ലേ പടച്ചോനെ, ഓരോരോ കണക്കുകൾ. പഴയകാലത്ത് അങ്ങനെയാണ്. കാര്യമായ മുതലാളിമാരൊക്കെ ആണെങ്കിൽ മഹർ കൊടുക്കുക എത്രയാണ്? തോനെ മഹർ കൊടുക്കും. അപ്പൊ എന്നാൽ 20 തികയൂല. 19.25 അരക്കാൽ, പിന്നെ എന്താ മിസ്കാല് മഹർ, അങ്ങനെ പറയുള്ളൂ. എന്താ 19.25 അരക്കാല്, 19.25 പിന്നെ കുറച്ചും കൂടി ഉണ്ട്. 20 തയ്യാൻ കുറച്ച് മാത്രം കുറവ്. എന്നാൽ സക്കാത്ത് കൊടുക്കണ്ടല്ലോ അല്ലേ? അങ്ങനെ പഴയകാത്തൊരു പരിപാടി. അപ്പൊ 20 മിസ്കാൽ എന്ന് പറയും 85 ഗ്രാമാണ്. 85 ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിലുണ്ട്. ആഭരണമല്ല കേട്ടോ, ആഭരണമല്ലാത്ത പിന്നെ ആഭരണം എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് ആഭരണം ധരിക്കുക ഹലാലായ ആഭരണമാണ്, എന്നാൽ സക്കാത്തില്ല. ഹലാലായ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കൽ ഹലാലാണ്. എന്തിനു വേണ്ടി ഹലാലാണ്? സ്ത്രീകൾക്ക് ആഭരണം ധരിക്കുക ഭംഗിക്ക് വേണ്ടിയാണ് ഹലാലാക്കിയത് സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീക്ക് ഭംഗിക്ക് വേണ്ടിയുള്ള ആഭരണമാണെങ്കിൽ അത് എത്ര ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല. നേരെ മറിച്ച് പുരുഷനാണ് സ്വർണ്ണ ആഭരണം ഉണ്ടാക്കിയത്, ഓനക്ക് സ്വർണ്ണ ആഭരണം ധരിക്കുക എന്താണ്? ഹറാമാണ്. അപ്പൊ അത് 85 ഗ്രാം ഉണ്ട് നിൽക്കുന്ന സക്കാത്തും കൊടുക്കണം. അതല്ലെങ്കിൽ സ്ത്രീക്ക് തന്നെയാണ് സ്വർണ്ണാഭരണം ഉണ്ടാക്കിയത്, പക്ഷെ അത് അവൾക്ക് ഭംഗിയല്ല നൽകണം, അഭംഗിയാ കൊടുക്കണേ നിൽക്കും. എന്നാലോ സക്കാത്ത് കൊടുക്കണം, അവള് സക്കാത്ത് കൊടുക്കണം. അപ്പൊ സ്ത്രീ ഭംഗിക്ക് വേണ്ടിയുള്ള ആഭരണമാണ് സ്ത്രീക്ക്, അത് എത്ര ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല. അതല്ലാത്തതാണെങ്കിൽ അത് 85 ഗ്രാം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരാണ് ശരി, സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ വർഷവും അതുപോലെ സക്കാത്ത് കൊടുക്കുകയും വേണം. പിന്നെ പൈസ, സ്വർണത്തിന് സക്കാത്ത് സ്വർണമായിട്ടും വെള്ളിയുടെ സക്കാത്ത് വെള്ളിയായിട്ടുമാണ് കൊടുക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദ്, ഞാൻ വീട് വാങ്ങാൻ വേണ്ടി ഒരു കുറിക്ക് ചേർന്ന് കുറെ എനിക്ക് കുറി എനിക്ക് അടിച്ചു. ഇതുവരെ ഞാൻ വന്നിട്ട് എല്ലാം ഓരോ വർഷം ആയി അടിച്ചിട്ട് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് തരാം എന്ന് പറഞ്ഞു. അതിന്റെ സക്കാത്ത് എങ്ങനെയാണ്? മനസ്സിലായിട്ടില്ല ആ ചോദ്യം. എനിക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു സ്ത്രീക്ക് എത്ര പവൻ സ്വർണം ധരിക്കാൻ പറ്റും? എത്രയും ധരിക്കാം, അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു സ്ത്രീക്ക് എത്രയും, ഒരു സഖാഫി പറയുന്നതായിട്ട് കേട്ടു 100 പവൻ വരെ ധരിക്കാം. 100ന്റെ കണക്കൊന്നുമില്ല. എന്ത് 100ന്റെ ഒരു കണക്ക്? 100, 200, 300ന്റെ കണക്കൊന്നുമല്ല അവിടെ ഉള്ളത്. അത് അവൾക്ക് ഭംഗി കൊടുക്കുന്നതായിരിക്കണം. അത് ഉദാഹരണം പറയാൻ ഒരു 50 പവന്റെ സ്വർണ്ണം അവൾ ഒരിക്കൽ ധരിക്കുന്നു. അവൾ സാധാരണ വീട്ടിൽ നടക്കുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു 50 പവൻ അവളുടെ അടുത്തുണ്ട്. അവളെ പെരേക്ക് പോകുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു 50 പവൻ അത് വേറെ ഉണ്ട്. പിന്നെ അവളിങ്ങനെ വലിയ കട കാണിക്കുന്ന പെണ്ണാണ് അവള്. അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴൊക്കെ വേറെ ഇങ്ങനെ അവളെ ചങ്ങാഴ്ചയോടൊക്കെ പോകുമ്പോൾ അവൾക്ക് മാറി മാറി സ്വർണ്ണക്കണ്ട് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ ചെയ്യില്ല. അതിനൊക്കെ അവൾക്ക് മാറി മാറി കെട്ടാനാണ്. ഇതൊക്കെ കെട്ടുകയാണെങ്കിൽ അവൾക്ക് ഭംഗിയാണേനും. അതൊക്കെ ഇങ്ങനെ മാറി മാറി കെട്ടുമ്പോൾ അത് അവൾക്ക് ഭംഗി കൊടുക്കുന്നതാണ്. എന്നാലും അതിന് സക്കാത്തൊന്നുമില്ല. അപ്പൊ അവിടെ പവന്റെ കണക്കല്ല ഉള്ളത്, അവൾക്ക് ഭംഗി നൽകുന്നതാണോ അല്ല എന്നുള്ളതാണ് വിഷയം. സ്ത്രീക്ക് സ്വർണം ഹലാലാക്കിയത് ഭംഗിക്ക് വേണ്ടിയാണ്. ആ ഭംഗിക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ അതിന് സക്കാത്തില്ല. ആഭരണം അണിയാതെ എടുത്തു വെച്ചാലും എടുത്തു വെച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കിയ എന്തിനാണ്? അതാണ്. ഒരാൾ പെണ്ണൊരു ആഭരണം ഉണ്ടാക്കി അത് ഏത് നേരത്തും ഇങ്ങനെ കെട്ടണമെന്നൊന്നുമില്ല.
ഉണ്ടാക്കിയത് അവർക്ക് ധരിക്കാൻ വേണ്ടിയാണോ, എന്നാൽ സക്കാത്തില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, വെളുത്ത മുടി മാത്രം വെട്ടിക്കളയാൻ പറ്റുമോ? അതോട് വിരോധമില്ല. മുടി വെട്ടലേ, വെളുത്ത മുടി ഇങ്ങനെ വെട്ടിക്കളയുക, അതുകൊണ്ട് വിരോധമില്ല. നിറച്ച മുടി പറിക്കൽ അത് കറാഹത്താണ്. പറിക്കാതെ വെട്ടിക്കളഞ്ഞു നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉസ്താദെ, ഞാൻ ഷിയ വിഭാഗം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിയ വിഭാഗമുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അവരോട് സലാം പറയാൻ പറ്റുമോ? ഷിയാക്കൾ മുബ്തദീഅങ്ങളാണ്. മുബ്തദീങ്ങളോട് സലാം ചെല്ലൽ കറാഹത്താണ്. എന്നാൽ ഷിയാക്കളിൽപ്പെട്ട ചില ആളുകളുണ്ട്. മൊത്തത്തിൽ ഷിയാക്കളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അവർ കാഫിരീങ്ങളല്ല, അവർ മുബ്തദീങ്ങളാണ്. എന്നാൽ ചില ആളുകളുടെ വാദം തനിച്ച കുഫ്രിയത്തിന്റെ വാദമാണ്. അങ്ങനെ അയാളുടെ വാദം അയാൾ കുഫ്രിയത്ത് വാദിക്കുന്നു, നമുക്ക് പ്രത്യക്ഷമായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാലും പിന്നെ അവർ കാഫിരീങ്ങൾ തന്നെയാണ്, അവർക്ക് സലാം ചെല്ലാൻ പാടില്ലല്ലോ. മൊത്തത്തിൽ ഷിയാക്കളെ കുറിച്ച് നമുക്ക് എന്താ പറയാ അല്ലേ, അവർ മുബ്തദീഅങ്ങളാണ് എന്ന്. അതേസമയത്ത് ഇപ്പൊ ചില ഷിയാക്കളുണ്ട് തുള്ളേ തോന്നിയ പറഞ്ഞത്. ഇപ്പൊ നാളിപ്പോ ഞാനിവിടെ വായിച്ച്, നാളിപ്പോ ഇറാഖിലേറ്റ് ഒരു ഉമർ എന്ന് പറഞ്ഞ ഒരു പേരായ കുട്ടിനെ അടിച്ചില്ല. അതിന്റെ പേരെന്ന് വെച്ചാൽ ഉമർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനാ കുട്ടിനെ അടിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഉമറുള്ളതിനോട് ശത്രുത, ഉമറിന് പേരിടാൻ പാടില്ല. പിന്നെ ഇല്ലാത്ത നുണൊക്കെ പറഞ്ഞു പേരത്ത് തന്നെ. ചിലപ്പോ കാഫിറാവുന്നല്ലേ പറഞ്ഞത്. ആയിഷ അല്ല ഫാത്തിമ ബീവിന്റെ എല്ല് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഉമറുള്ള. നുണ പറയുന്നേ, നുണ, പച്ച നുണ ഹദീസുകൾ ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് കുറെ അന്നിട്ടിട്ട് അതിന് സനത്തൊക്കെ ഉണ്ടാക്കിട്ടേ അതുകൊണ്ട് പച്ച കളവ് പ്രചരിപ്പിക്കുന്നേ. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ എല്ല് ഉമറുള്ളാനും അടിച്ചു പൊട്ടിച്ചെന്നൊക്കെ നുണ അറിയുന്നേ. എന്നാൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ എത്ര ഒരു പിന്നെ എന്താണ് ഇതിലെ എത്ര മഹത്തായ ഒരു കക്ഷിയാണിത് അല്ലേ. എല്ലാ സഹാബികളെയും നമ്മൾ ആദരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഇബ്നു ഖത്താബ് റളിയല്ലാഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, അലി റളിയല്ലാഹുവിനെയും ഷിയാക്കൾ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിനെ നമുക്ക് വളരെ സ്നേഹമാണ്. റളിയല്ലാഹു അൻഹ ചെല്ലുന്നു. നമ്മള് ഒരു സഹാബിയെയും നമ്മൾ ചീത്ത പറയുന്നില്ല. അതേസമയം ഷിയാക്കൾ അതല്ല, സഹാബികളെ അല്ലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിനൊക്കെ ചീത്ത പറഞ്ഞു. എന്താ അവരുടെ സ്ഥിതി? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച്, ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചീത്ത അറിയുന്നത്, ആയിഷ ബീവിനെ ചീത്ത അറിയുന്നത്. ഇപ്പൊ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് വിചാരിച്ച് പോലെ കുറിച്ച് കാത്തിന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ലാന്നാ നമ്മുടെ ഉലമാക്കളെന്ന് പോലെ കാത്തിരികളാക്കിയിട്ട് മുബ്തദീങ്ങളാക്കിയിരുന്നത്. വളരെ കടുപ്പപ്പെട്ട മുബ്തദീങ്ങളാണ്. അവരെ തൊഴിൽ നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. പിന്നെ അതേ സമയത്ത് സലാം ചെല്ലൽ കറാഹത്താണ്. പിന്നെ ഇനി അവരുടെ നിസ്കാരം ബാത്തിലാണ് നിൽക്കുക, എന്നാ തുടരാൻ പാടില്ലേനോ. അതിപ്പോ ഷിയാ പറഞ്ഞ സുന്നി ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ്, നിസ്കാരം ബാത്തിലാണ്, പിന്നെ തുടരാൻ പറ്റുമല്ലോ അല്ലെ. ഷിയാക്കളൊക്കെ മിക്കവാറും ളുഹറും അസറും കൂടി മുന്തിച്ച് അമ്മാക്കുമല്ലേ എല്ലാ ദിവസവും, ഹദറും സഫറിലും. അവരുടെ തഖ്വീമാണ് അവരുടെ കലണ്ടറിൽ പള്ളിയിലുണ്ടാവില്ല തൂക്കിന്റെ ഈ നിസ്കാരത്തിന് സമയം. അപ്പൊ ളുഹറൈനി എന്നല്ല, ലുഹറൈനി 12:25. പിന്നെ മഗ്രിബൈനി, മഗ്രിബ് ഇശാക്കും കൂടി, മഗ്രിബ് ഇശയും കൂടി മഗ്രിബിന്റെ സമയത്ത് നിസ്കരിച്ചാൻ പോവുക. പിന്നെ ഇനി സുബഹി നിസ്കരിച്ചാൽ മതിയല്ലോ. ളുഹറും അസറും കൂടി ളുഹറിന്റെ സമയത്തിനാണ് ജമാക്കി നിസ്കരിച്ച് പോവുക. അപ്പൊ അത് പറ്റുകയില്ല. അപ്പൊ ഇനി അവരുടെ കൂടെ ഒരാൾ ഷിയാന്റെ കൂടെ ളുഹറിന് തുടർന്ന് നിൽക്കുക. അയാൾ വെറും മുബത്തദി ആയ ഷിയാണെങ്കിൽ തന്നെ അത് കറാഹത്താണ്, നിസ്കാരം സഹിയാകും. പക്ഷെ അയാളുടെ കൂടെ അസർ തുറന്നാലോ പറ്റൂല. കാരണം അസർ വഖ്തത്തിനു നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. അപ്പൊ ആ അസറിൽ തുറന്നാലോ, ആ തുറന്ന ആളെ നിസ്കാരവും സഹിയാവൂല. കാരണം ബാത്തിലായ നിസ്കാരമാണല്ലോ, ഇത് തുറന്നാൽ സഹിയാവൂല. ഇതൊക്കെ ഏത് അയാള് കാഫിറല്ലാത്ത വെറും മുബത്തദി ആയ ഷിയാണ് എങ്കിലാണ്. ഈ കാഫിറായി പോയിട്ട് നിൽക്കുക വാദം മൂത്തിട്ട്, എന്നാൽ തുടരാനും പറ്റൂല, സലാം ചെല്ലാനും പാടില്ല, അല്ലെങ്കിൽ കറാഹത്താണ്. പിന്നെ തുടരാനൊന്നും പറയാൻ വയ്ക്കൂലല്ലേ, കറാഹത്തൊന്നും പറഞ്ഞാലല്ലേ മനസ്സിൽ വരുന്നത്. അതിനൊക്കെ അപ്പുറം പറയാനാണ്. പക്ഷെ നമ്മുടെ ഉലമാക്കൾ ഇപ്പൊ പറയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലോ.
അതല്ലേ ഓരോരുത്തരുടെ പ്രസംഗം തന്നെ കേട്ടാലേ, ഇപ്പൊ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഒക്കെ കാണാം ഓരോരുത്തരുടെ പ്രസംഗങ്ങളൊക്കെ. ബഹുമാൻ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ചീത്ത പറയുന്നേ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇദ്ഹുമാ ഫിൽ ഖാരിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഒക്കെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ വല്ല മുസ്ലിമായിട്ട് ഞാൻ പറഞ്ഞ് നടക്കും ചെയ്യാച്ചാല് നമുക്കെന്നെ വളരെ വിഷമം തോന്നുകയാണ് സംഭവം. അപ്പോ പിന്നെന്താണ്, മുഴുവൻ പള്ളിയിൽ പോകുന്ന ബാങ്കിന് മറുപടി കൊടുക്കാൻ കറാഹത്ത്. പള്ളിയിൽ പോകും ബാങ്കിന് മറുപടി കൊടുക്കലും കറാഹത്താണ്. ബാങ്കിന് മറുപടി കൊടുക്കൽ കറാഹത്തൊന്നല്ല. മുഖ്തദീങ്ങൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്, അവരെ തുറന്നു നിസ്കരിക്കുക കറാഹത്താണ്. തുറന്നു നിസ്കരിച്ചാൽ അവരെ ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല, നിസ്കാരം സഹിയാകുമെങ്കിലും. അത് വെറും മുഖ്തദിയാണ് എങ്കിൽ. നേരെ മറിച്ച് പല ഷിയാക്കളും അവരുടെ വാദം മൂത്ത് അവർ വിദേഹത്തുനിന്നൊക്കെ പോയി അവർ ഇസ്ലാമിൽ തന്നെ പുറത്തു പോയവരുണ്ട്. മൊത്തത്തിൽ അവരെ കുറിച്ച് നമുക്ക് തന്നെ കാഫിരിങ്ങളാണെന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഒരാള് ഇനി വ്യക്തിപരമായിട്ടുണ്ടാവുമല്ലോ, ഒരാള് ഒരു ഈ വ്യക്തിക്ക് ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് അയാളുടെ വാദം വളരെ മോശമാണ്, ആള് പിന്നെ കുഫർ വാദിക്കുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ ആള് തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല. ആള് പിന്നെ ആൾക്ക് സലാം ചെല്ലാനും പാടില്ല. യാത്രക്കാർക്കല്ലാതെ ജംആക്കാൻ പറ്റുമോ? യാത്രക്കാരല്ലാതെ മഴ കൊണ്ട് ജംആക്കാം, മഴ കാരണം ജംആക്കാം. ഹദർ തന്നെ യാത്രയില്ലാത്ത സമയത്ത് തന്നെ മഴ, ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ പരീക്ഷ ഇന്റർവ്യൂവിനും ജംആക്കാൻ പറ്റൂല. അങ്ങനത്തെ ജംഒന്നുമില്ല. നിസ്കാരം ഖളാഅക്കാൻ അങ്ങനെ നഷ്ടപ്പെടുന്ന അങ്ങനത്തെ പരീക്ഷക്കും അങ്ങനത്തെ ഇന്റർവ്യൂവിനൊന്നും പോകാൻ പാടില്ല. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതല്ല ഈ നിസ്കാരം എന്ന് പറഞ്ഞാലേ, എല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടാകുമ്പോ ചെയ്യാനുള്ളതല്ല. അത് കിതാബും മൗഖൂത്താണ്, വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഫർളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അളവുകൾ ചെയ്തു തന്നിട്ടുണ്ട്, അതിനേക്കാളും അപ്പുറം പറ്റൂല. അതാണ് 2 മർഹല ദൂരത്തേക്ക് ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണെങ്കിൽ മുന്നിട്ടും പിന്തിച്ചൊക്കെ ജംആക്കാം. 4 റക്അത്തുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ എന്തും ജംആക്കാം, മഴ കാരണവും ജംആക്കാം. അതിന് ചില നിബന്ധനകളുണ്ട്. സാധാരണ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളായിരിക്കണം, അതാണ് ഒരു നിബന്ധന. മറ്റൊരു നിബന്ധന, നിസ്കാരം ആദ്യത്തെ നിസ്കാരത്തിന് ഒഴിവാകുമ്പോഴും രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴും മഴ വേണം. ഉദാഹരണം പറഞ്ഞ പള്ളിക്ക് പോയതാണ്, ദുഹർ നിസ്കരിച്ച് ദുഹറിന് സലാം വിട്ടുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, വേഗം അസർ അപ്പത്തിനാണ്ട് ജമാഅത്ത് നിസ്കരിക്കാം. ഇനിയിപ്പോ അസർ നിസ്കരിക്കണ്ട, പിന്നെ മഗ്‌രിബിക്ക് പള്ളി പോയാൽ മതി. അപ്പൊ അങ്ങനെ നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ടാ വിഷയം. പക്ഷെ നമ്മളങ്ങനെ പ്രാവർത്തികമാക്കാറില്ല നമ്മുടെ നാട്ടിലൊന്നും, അത്രേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ചെറിയ മഴ പെയ്യുമ്പോഴത്തേനും ജമാഅത്ത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഏതാനും ശരി, അത് നമ്മുടെ ഷാഫി മദ്ഹബും അംഗീകരിച്ച വിഷയം തന്നെയാണ്. പിന്നെ പള്ളിയിൽ പോവുക ഷിയാക്കളെ പള്ളി പോകണമെന്ന് വിരോധമൊന്നുമില്ല. ഷിയാക്കളെ പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിരോധമൊന്നുമല്ല. അവരെ തുടർന്ന് നിസ്കരിക്കൽ അവർക്ക് കറാഹത്താണ്, അവർക്ക് സലാം ചെല്ലൽ കറാഹത്താണ്. അതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇന്ന് ഒരു സുഹൃത്തിന്റെ മകൾ പ്രസവത്തിന് ഡേറ്റ് ആയിട്ടുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ പ്രസവം റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, വിഷമത്തിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. നല്ല സ്വാലിഹായ നല്ലൊരു സന്താനത്തെ അവളുടെ പ്രസവത്തിൽ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പിശാചിന്റെ ശല്യം വല്ലാതെ ഉണ്ട്. ഇന്ന് രാവിലെ ചെറിയ മോൾ ഉറങ്ങുന്ന സമയത്ത് അവൾ മരിക്കുന്നത് സ്വപ്നം കണ്ടു പേടിച്ചു വിറച്ചു കുറെ നേരം മിണ്ടാട്ടമില്ലാതെ. ഉസ്താദ് പ്രത്യേകം അത് പിശാചിന്റെ ശല്യം എന്നായിക്കൊള്ളുന്നില്ല. അത് പിശാചിന്റെ ശല്യം എന്നായിക്കൊള്ളില്ല. അതുണ്ടാവും ചിലപ്പോ സ്വപ്നം കാണി ഞെട്ടി ഉണരുക, പേടിക്കുക, അതൊക്കെ സർവ്വസാധാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് അവളെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ മകൾ എന്നല്ല പറഞ്ഞത്, എപ്പോഴും അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു നൽകട്ടെ. അള്ളാഹു എല്ലാ വക ശൈത്താന്റെയും ഒക്കെ ശർറിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വാക്കോലും എന്താണ് ബിദ്അത്തും വാക്കുലും ബിദ്അത്തും ദൊലാല വാക്കൽ അറിയില്ല, വായിക്കാൻ വയ്യ, നല്ലപോലെ എഴുതി.
എന്തേ അല്ലെങ്കിൽ തന്നെ വായിക്കാൻ വയ്യ, നല്ലപോലെ എഴുതിയാൽ തന്നെ. ഇനിയിപ്പോ നിനക്ക് എഴുതിയാൽ ഇങ്ങനെ വായിക്കാം. ഉസ്താദെ, ഞാനും എന്റെ ബ്രദറും ഹിഫ്ള് പഠിക്കുന്നു, വേഗം ഹാഫിളാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ രണ്ടുപേരെയും വേഗം ഹാഫിളീങ്ങളാകട്ടെ. വിശുദ്ധ ഖുർആൻ എത്രയും വേഗം മനഃപ്പാഠമാക്കാൻ അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നിങ്ങൾ നമുക്കും വേണ്ടി ദുആ ചെയ്യണം. ഹാഫിളീങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദറജ ഉള്ള കൂട്ടരാണ്. അപ്പോ നിങ്ങൾ ഞങ്ങളെയും മറക്കരുത് എന്നറിയിക്കണം. മരണപ്പെട്ട ബന്ധുക്കൾക്കും വല്യപ്പാരുടെ അസുഖം ശിഫയാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ പെൺകുട്ടികളുടെ മുടി പല ഷേപ്പിലും കട്ട് ചെയ്യാൻ, ചെറിയ കുട്ടികളുടെ കട്ട് ചെയ്യൊക്കെ ചെയ്യാം, അതൊന്നും വിരോധമില്ല. ചെറിയ കുട്ടികളെ ഇനി വലിയടിയും തന്നെ മുടി കട്ട് ചെയ്യുന്നതിനെ കൊണ്ട് വിരോധമില്ല. സ്ത്രീകൾ മുടി കളയൽ എന്താണ് എന്ന്, അത് ഹറാമാണെന്നും കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. സ്ത്രീകൾ മുടി കളയ, തലമുടി കളയ, ചെറിയ കുട്ടികളെ മുടി കളയ, അതുപോലെ മുടി പല നിലക്ക് പിന്നെ വിട്ട്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അന്തൽ മുഖദ്ദിമു അന്തൽ മുഅഖിർ, ഇതിന്റെ അർത്ഥം ഉദാഹരണ സഹിതം പറഞ്ഞു തരും. ഉദാഹരണത്തിനാണ് അന്തൽ മുഖദ്ദിമു, നീയാകുന്നു മുന്തിക്കുന്നവൻ, നീയാകുന്നു പിന്തിക്കുന്നവൻ, അതാണ് അതിന്റെ ശരിക്കും അർത്ഥം. അതൊരു വലിയൊരു പ്രതിഭാസമാണെന്നാണ് അത്. നീയാകുന്നു മുന്തിക്കുന്നവൻ, നീയാകുന്നു പിന്തിക്കുന്നവൻ. ഒരു കാര്യം ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യാൻ സാധിപ്പിക്കുന്നവനും ആ സമയത്ത് ചെയ്യാൻ സാധിപ്പിക്കാതിരിക്കുന്ന ഒക്കെ നീ തന്നെയാണ്. അങ്ങനെ പല ഒരുപാട് ഇതുണ്ടായിരുന്നു. അതൊരു ഒരു കാലത്തോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു ഒരു പ്രതിഭാസമാണ്. അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. അതിന്റെ ആ വാക്കർത്ഥം പറഞ്ഞാൽ അന്തൽ മുഖദ്ദിമു, നീയാകുന്നു മുന്തിക്കുന്നവൻ, അന്തൽ മുഅഖിർ, നീയാകുന്നു പിന്തിക്കുന്നവൻ. അതാണ്. പിന്നെന്താണ്, 25 വയസ്സായ ഒരാൾ പെണ്ണ് 25 വയസ്സായ ഒരാൾ പെണ്ണ് തലയും താടിയും നിരച്ചു കിട്ടാൻ വേണ്ടി മുടി കറുപ്പിക്കാമോ? തടിയും നിരക്കാൻ വേണ്ടി മുടി കറുപ്പിക്കുക. മുടി കറുപ്പിക്കില്ല, ഹറാമാണ് അതിനിപ്പോൾ. അതല്ലേ, എന്തിനു വേണ്ടിയാണ് ശരി? അപ്പൊ ഇവിടെ ആ വിഷയം വരുമല്ലോ. മുടി കറുപ്പിക്കലേ ഇങ്ങനെയല്ല, ഹറാമാണ്. യുദ്ധാവശ്യത്തിന് വേണ്ടിയല്ലാതെ ഏതാവശ്യത്തിന് വേണ്ടി മുടി കറുപ്പിക്കൽ ഹറാമാണ്. പിന്നെ ഒളു എടുത്തു കഴിഞ്ഞപ്പോൾ ആണ് ബാങ്ക് വിളിച്ചത്. അങ്ങനെ ആണെങ്കിൽ ഉത്തരം ചെയ്യണോ അതോ ഒളുവിന്റെ ദിക്ർ ചെല്ലണോ? ഒളുവിന്റെ ദിക്ർ ചെല്ല, എന്നിട്ട് ഉത്തരം ചെയ്യും, രണ്ടും ചെയ്യാം. അതന്നെ, ഒളുവിന്റെ ശേഷം നമ്മൾ ദിക്റും ചെല്ല, പിന്നെ ബാങ്കിന് ഉത്തരം ചെയ്യാം, രണ്ടും ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാമോ? പടച്ചോനെ, എന്തൊരു കഷ്ട. ഉമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാമോന്നോ? എന്റെ റൂമിലുള്ള ഒരു ബോംബെക്കാരൻ അങ്ങനെ കല്യാണം കഴിച്ചത്, അങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നു. ഇത് അനുവദനീയം? പടച്ചോനെ, പാടില്ലല്ലോ. ഉമ്മാന്റെ അനിയത്തിനെ വിവാഹം കഴിക്കാൻ പാടില്ല. ഹുജിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, അല്ലേ? ഹുജിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും. കണ്ടില്ലേ, ഉമ്മാന്റെ അനിയത്തി ജ്യേഷ്ഠത്തിക്കാരാണ്, ഖാലാത്താണ്. അവർ വിവാഹം കഴിക്കാൻ പാടില്ല. പടച്ചോനെ, അത് ഒരു മദ്ഹബിനും പറ്റൂല. എന്താണ് ചെയ്താൽ വിവരത്തിന്റെ പേരിലായിരിക്കും. എന്താണല്ലേ എന്ത് അങ്ങനെയൊക്കെ. ബോംബെയിലെ ആ ഭാഗത്ത് കുറച്ചൊക്കെ എനിക്ക് ബോംബെയിലത്തെ കുറെ സുഹൃത്തുക്കളുണ്ട്, അത്യാവശ്യം വിവരമുള്ളവരാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാവോ? അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നന്നായിട്ട് ഖുർആൻ ഓതാൻ സാധിക്കുന്നവര്, അതുപോലെ തന്നെ സുന്നത്തുസ്കാരം ജമാഅത്തിന് കൃത്യമായിട്ട് പങ്കെടുക്കുന്നവര്, അതുപോലെ തന്നെ ദിക്റുകളും മറ്റൊക്കെ എപ്പോഴും നല്ല ചെല്ലുന്നവര്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവര്.
ബോംബെയിലെ പ്രദേശം എത്ര അവിടെ ഒരു 60% മുസ്ലിങ്ങളുടെ ഒരു പ്രദേശം അത്രേ. അത് ധാരാളം പള്ളികളും മദ്രസകളൊക്കെ അവിടെ ഉണ്ട് അത്രേ. പിന്നെ പള്ളികളിൽ വെച്ചൊക്കെ ഖുർആൻ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നല്ലൊരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. ബോംബെയിലല്ലാത്ത മറ്റു പല സ്ഥലങ്ങൾ, ബീഹാർ പോലെയുള്ള അതുപോലെ തന്നെ ആസാം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ദീനിയായിട്ട് യാതൊരു ഒരു ബോധം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ബോംബെയിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒരു ഇതുണ്ട്. ഇതിപ്പോ എന്താണാവോ, ചിലപ്പോ അത്തരം പ്രദേശങ്ങളിൽ ഒന്നും ആവൂല, ദീനിയായിട്ട് വിവരം കിട്ടാനൊക്കെ വളരെ പ്രയാസകരമായ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും. ഏതായാലും ശരി, എല്ലാ മദ്ഹബിനും സംഗതി ഹറാമാണ്. ഹജ്മത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി അല്ലേ. പിന്നെന്താണ് ഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനക്കും വഅഖവാത്തുക്കും മിൻ അർളഅതി, അങ്ങനല്ലേ സൂറത്തുൻ നിസായിൽ. അപ്പൊ ഏതായാലും ശരി, ഉമ്മാന്റെ അഞ്ചത്തിനും ജ്യേഷ്ഠത്തിനും വിവാഹം കഴിക്കാൻ പാടില്ല, ഹറാമാകുന്നു, ആ നിക്കാഹ് സഹിയാവുകയില്ല. ഭർത്താവിന്റെ ഉപ്പയുടെ സഹോദരനെ തൊട്ടാ ഉളു മുറിയും. ഉളു മുറിയും. ഭർത്താവിന്റെ ഉപ്പാനേറെ അമ്മോശന്റെ അഞ്ചനും ജ്യേഷ്ഠനൊന്നും അമ്മോശൊന്നല്ല അല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് അതൊക്കെ ഒരു അനുവദനീയമായ വിഷയമാണ് ചില ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത്. അമ്മോശനെ തൊട്ടാ ഉളു മുറിയില്ല, ഭർത്താവിന്റെ ഉപ്പാൻ തൊട്ടാ ഉളു മുറിയില്ല. ഭർത്താവിന്റെ ഉപ്പയെയും ഉപ്പാന്റെ ഉപ്പാനെയും അതിന്റെ ഉപ്പാനെയും തൊട്ടാ ഉളു മുറിയില്ല. പക്ഷെ ഭർത്താവിന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനെയും അഞ്ചനെയോ തൊട്ടാലാണെങ്കിലോ ഉളു മുറിയുകയും ചെയ്യും. എന്താണ് ആലിമീങ്ങളെ പച്ചയിറച്ചി തിന്നാമോ? ആലിമീങ്ങളെ ഒന്നല്ല, ആലിമീങ്ങൾ എന്താ നാടൻ മനുഷ്യന്മാരെ തിന്നാൻ പറ്റുമോ? ആദ്യം അവനംസാണ് ബിയം ചെയ്തിരിക്കുന്നത്. ആലിമീങ്ങളെ പച്ചയിറച്ചി, ആലിമീങ്ങൾക്ക് ഇച്ചിരി പ്രത്യേകമൊന്നുമില്ല. അത് നാടൻ മനുഷ്യന്മാരെ തിന്നാൻ പാടില്ല. ചെറിയ പെൺകുട്ടികൾ സ്കൂളിൽ സ്റ്റേജ് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിരോധം. ചെറിയ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്താത്ത, കണ്ടാൽ ആഗ്രഹം തോന്നാത്ത ചെറിയ പെൺകുട്ടികളാണ് അവർക്ക് അങ്ങനത്തെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരെ പ്രായപൂർത്തി എത്തിയിരിക്കുന്നു, കണ്ടാൽ ആഗ്രഹം തോന്നുന്ന പ്രായം എത്തിയിരിക്കുന്നു, അപ്പോൾ അവര് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല, ഹറാമാണ്. പിന്നെ അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു സ്ഥലം വാങ്ങി ഒരു തറ അടക്കം ആണ് വാങ്ങിയത്. അവിടുത്തെ മഹലിലെ ഖതീബ് അതിന് കുറ്റിയടിച്ചത്. പക്ഷേ ആ തറ വാസ്തുപ്രകാരം നല്ലതല്ല എന്ന് ഒരു ആശാരി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് വ്യക്തമാക്കും. ആ വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ആരും മൈക്കിലേക്ക് വരണം. പിന്നെ എനിക്കൊരാൾ വന്നിട്ട് ആരും മൈക്കിലേക്ക് വരികയെ.